മോൾക്ക് വേണ്ടി ആസിക്ക ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കിഷ്കിന്ദ. എനിക്ക് വേണ്ടി ആവാൻ വഴിയില്ല, അങ്ങനെ ആസിക്ക എന്നെ ഫോളോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ അങ്ങനെ കണക്റ്റഡ് ആയിരുന്നില്ല. കാണാൻ പോകും, ഭയങ്കര ബന്ധമാണ്, പക്ഷേ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇൻസ്റ്റ എടുത്തിട്ട് ബാവുൽജി കാണിച്ചു തന്നു, ആസിക്ക അയച്ചു കൊടുത്തു, ഗുഡ് ആക്ടർ എനി ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ ഓക്കെ അടിപൊളി. അപ്പം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞപ്പം തന്നെ അവിടെ നിന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരുമിച്ച് KCF ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ സിങ്കായി. ഒരു എന്താ പറയുക, നമ്മൾ KCFനെ കുറിച്ച് അല്ല, പേഴ്സണൽ അല്ല, അതിനപ്പുറത്തേക്ക് ആ KCFൽ തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കും. ഒരു റൈറ്റർ പെർസ്പെക്റ്റീവിൽ പുള്ളിയുടെ അടുത്ത് ഡൗട്ട് ചോദിക്കും, പുള്ളി പറഞ്ഞു തരും. അപ്പം അവിടുന്ന് ചിലപ്പോൾ സംടൈംസ് ഇപ്പം ചിലവർക്ക് കുറച്ചുകൂടെ സെറ്റ് ആവും എന്ന് പറയാറില്ല. അപ്പം പുള്ളിയുടെ ഡയലോഗ്സ് കുറച്ചുകൂടെ എനിക്ക് സെറ്റ് ആവുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് പറഞ്ഞാലും പുള്ളി ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. ബീങ് എ പേഴ്സൺ, ഞാൻ പറഞ്ഞ ഇത്രയും ആൾക്കാർ പുള്ളിയെ പറ്റി പറയുകയും ഒക്കെ ചെയ്താലും പുള്ളി കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആണ്. നമ്മളതെല്ലാവരും നോക്കിക്കാണേണ്ട ഒരു പരിപാടിയാണ്. അപ്പം പുള്ളി അപ്പോഴും ഗ്രൗണ്ടഡ് ആണ്. പുള്ളി അത് കേൾക്കും, വേണ്ടാത്താണെങ്കിൽ നമ്മളോടത്തൊന്നും പറയത്തില്ല, കളഞ്ഞോളും. അപ്പം അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങൽ നമ്മളവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കത് എനിക്ക് ആ ഡയലോഗ്സ് കുറച്ചുകൂടെ സെറ്റ് ആവുന്നുണ്ടാവും പുള്ളി എഴുതുന്നത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഒരു വശം പുള്ളി ഇങ്ങനെ ഒരു പടം തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞ പോയിന്റിൽ ഞാൻ പുള്ളിയോട് ചോദിച്ചാലോ എന്നുള്ള ലെവലിൽ ഇരുന്നപ്പം ഞാൻ ഇങ്ങനെ പുള്ളിയെ മീറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നിങ്ങൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് പരിപാടിയൊന്നുമില്ല. പറഞ്ഞ അങ്ങനെ പരിപാടിയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് റെഡിയാണ്, ഓണാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. Petra, India's premium steel doors.